ഈ ഒരു ടീമിലൂടെ ആദ്യമായിട്ടാണ് എനിക്ക് പറയാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ടീമാണ് എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പം അൻവർക്ക് ആദ്യമായിട്ട് എന്നെ ഈ ഇതിലോട്ട് വിളിച്ചിട്ട് ഞാൻ പോകുന്ന അൻവർക്കയുടെ ഓഫീസിലോട്ടാണ്. അപ്പൊ എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. കാരണം ഞാൻ പണ്ടൊക്കെ നമ്മുടെ ഈ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതലും കുറെ ടെക്നോളജി കുറെ വളർന്നതിന് ശേഷം നമുക്കിപ്പോൾ അത് കൂടുതലും മെയിലൂടെ ആയിരിക്കും സ്ക്രിപ്റ്റ് വരിക. പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് ഒരു ബണ്ടിലായിട്ട് കൊടുക്കുന്ന അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം, അതിന് ഏറെ അഭിമാനമാണ്. അതൊക്കെ സംഭവിച്ചത് ഇതിലൂടെയാണ്. അതുപോലെ നമ്മുടെ ഡയറക്ടർ ശ്രീരാജ് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു പുതുമുഖ സംവിധായകന്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ വർക്ക് ഭയങ്കര നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് കൂടുതലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സൗഭിക ശാന്തി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് വന്നിട്ടുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരു ഇതുണ്ട്. അവർ ചെയ്യുന്നത് കൂടി അവർ ചെയ്യുന്ന രീതികൾ കൂടി അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ് കൂടി ഞാൻ എനിക്ക് ഈ സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഈ സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ഒരുപാട് നാടകങ്ങൾ ചെയ്ത് ഒരുപാട് കലകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പഠനം ആഗ്രഹിക്കുന്ന ഒരുപാട് പുതുമുഖങ്ങൾ കൂടിയുള്ള ഒരു സിനിമയാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് പെട്ടെന്ന് ഒരു പുതുമുഖത്തിന്റെ വീട്ടിലൊന്നും തോന്നാത്ത രീതിയിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളെ പോലെ അത് ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ളൊരു അത്ഭുതം. ക്യാമറ ചെയ്തിരിക്കുന്ന ഷൈജിന്റെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ വലിയൊരു സന്തോഷവും അഭിമാനവും തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേര് വലിയൊരു ഭൂമിയുടെ കൂടെയാണ് ഞാൻ ഈ പ്രാഥമിക ഷാപ്പിലായത്. മാത്രമല്ല നമുക്ക് കൂടുതലും ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ രീതിയിൽ ഒരു ഫ്രീഡം കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഒരു സ്വന്തമായിട്ട് ഒരു നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി പറ്റിയിട്ടുണ്ട്. വളരെ വളരെ ഹാപ്പിയാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ. നമ്മളെല്ലാവരും അനുഭവിച്ചാണെന്ന് തോന്നുന്നു. ആളുടെ ഡയറക്ഷൻ സിനിമകളാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും എനിക്ക് വെച്ച ആളെ കുറച്ചുകൂടെ അടുത്തറിഞ്ഞപ്പം ആൾക്കൊരു പേഴ്സണലി ആണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഭയങ്കരമായിട്ടൊരു ഫാനാണ് ഞാൻ. ഇത്രയും ഒരു അതിന് ഹംബിളിനാണോ വിളിക്കേണ്ടത്, കൈൻഡ് ഹാർട്ടാണോ എന്താ വിളിക്കേണ്ടത് എനിക്കല്ലോ. പക്ഷെ ആളെ പുറത്തിലാണ് ഞാൻ ഇത് മീറ്റ് ചെയ്തില്ല. ആളെ ചുറ്റും നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആളുകൾ ബെറ്ററാണെന്ന് തോന്നും. ആള് ഫാമിലിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഇങ്ങനെ വരുന്ന ഒരു ഫാമിലിയാണത്. അപ്പം ആ സെറ്റ് വന്നിട്ടായിരുന്നു അതെനിക്ക് ആളെ പ്രൊഡ്യൂസർ നിലയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ സെറ്റ് കൊണ്ട് നമുക്ക് അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ കൂടെ നോക്കിയത് എല്ലാവരും ടെക്നിക്കൽ സൈഡാണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവിലാണ് സിനിമ കൂടി ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ശ്രീരാജിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷൻ്റെ ആളുകൾ കറക്റ്റ് വിഷൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എനിക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും എന്താണോ വേണ്ടത് ആൾ കറക്റ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. ഡബ് ചെയ്യാനാണെങ്കിലും ഐ തിങ്ക് അതുകൊണ്ടാണ് എനിക്ക് ഇത് നന്നായി ചെയ്യാൻ പറ്റിയത്. ആ ഒരു സെറ്റിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് എൻ്റെ ഒരു ബെസ്റ്റ് കൊടുക്കണം എന്നാണ്. എന്നുവെച്ചാൽ ആ ടീം അത്രയും അഡ്വാൻസ്ഡ് ആണ്. സോ അങ്ങനത്തെ ഒരു ടീമിൽ മാറാൻ പറ്റിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊരു പാട്ട് കണ്ടു, വിഷ്ണു വിജയാണ് പാട്ട് ചെയ്തത്, വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ ഒരു ടീം ഫുള്ളായിട്ട് എല്ലാവർക്കും അറിയുന്ന കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ഒരു ടീമോട് വർക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ കാണുന്ന ഭയങ്കര ജോലി ചെയ്യുന്ന സെറ്റിലും സോ അതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് എത്ര കൈ നോക്കിങ്ങനെ നിങ്ങൾ ഒറ്റ എനിക്കൊന്നും കാണാൻ നേരെ കണ്ണിലേക്ക് കൈ പഠിക്കുന്നത് അപ്പം അവിടുത്തെ നമ്മൾ വിളിക്കുന്ന അൻവർ റഷീദ് അന്ന് പരിചയമില്ലായിരുന്നെങ്കിലും വളരെയധികം അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ലാലിന്റെ ചോട്ടാക്കുണ്ടായി. അത് വളരെയധികം വലിയ രണ്ട് സിനിമകളും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ സിനിമയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ആൾക്കാരുടെ ഒരാളാണ് അൻവർ റഷീദ്. അങ്ങനെയുള്ള സിനിമയുടെ സ്വപ്നം കണ്ട് ആദ്യത്തെ സിനിമ ഞങ്ങളുടെ ടീമിലാണ് ഞാനും പ്രേമത്തിന്റെ ഡയറക്ടറായ അൽഫോൺസ്
കൃഷ്ണശങ്കരൻ, അങ്ങനെ ഒരു കൂട്ടം സിനിമാ മൂവികൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഈ ഗോപുസിന്റെ ചായ കുടിച്ചോണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. ഈ മണപ്പക്കം കൂടി നടന്നാണ് ആദ്യത്തെ സിനിമകളെല്ലാം സ്വപ്നം കണ്ടത്.